മക്കളെ, ഇന്ന് നമ്മൾ ഞാൻ ഇന്ത്യ ലേണിംഗ് അക്കാദമിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. 5th ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ചിത്രങ്ങളുണ്ട്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തെടുത്ത് എന്തൊക്കെയാണ് നമ്മുടെ ചോദ്യപേപ്പറിൽ ചോദിച്ചത് നോക്കാം. ഓക്കെ, ഫസ്റ്റായിട്ട് നിങ്ങളിവിടെ കാണുന്നുണ്ടോ ആക്ടിവിറ്റി 1 ഒബ്സർവ് ദ പിക്ചർ. എന്താണ് ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഫസ്റ്റായിട്ട് എന്ത് കാണുന്നുണ്ട്? ഒരു വീട് കാണുന്നുണ്ട് അല്ലേ? വീട് കാണുന്നുണ്ട്, ഒരു കുഞ്ഞ് വീട് അല്ലേ? ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞു വീട് കാണുന്നുണ്ട്. ഇതെന്താണ്? ഒരു വില്ലേജ് ആണെന്ന് മനസ്സിലായില്ലേ? ഇതൊരു വില്ലേജാണ് അല്ലേ? ഒരു കുഞ്ഞു വില്ലേജാണ്. നിങ്ങളെ എൻ്റെയൊക്കെ പോലെ ഒരു കുഞ്ഞു ഗ്രാമം അല്ലേ? അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു പാഡി ഫീൽഡ്. എന്താണ് പാഡി ഫീൽഡ് എന്ന് പറയുന്നത്? പാഡി ഫീൽഡ് എന്ന് പറയുന്നത് നെൽപ്പാടം അല്ലേ? നെൽപ്പാടം എന്ന് എന്താ പറയുന്നത്? നമ്മുടെ നെല്ലൊക്കെ എന്ത് വിതയ്ക്കുകയും കൊയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞി പാടമുണ്ട് ഇവിടെ കാണുന്നത്. പിന്നെന്താ നിങ്ങൾ കാണുന്നത്? ഇവിടെ നോക്കിയൊക്കെ വീടുണ്ട്, ഒരു നെൽപ്പാടുണ്ട്. പിന്നെന്താ കാണുന്നത്? ഇവിടെ എന്തുണ്ട്? കാളയുണ്ട് അല്ലേ? കാളയെ ഉഴുതു മറയ്ക്കുന്ന ഒരു കർഷകനെ കാണുന്നുണ്ട് അല്ലേ? എന്ത്? ഒരു ഓക്സ് ഉണ്ട് അല്ലേ? ദെൻ ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഒരു സ്കൂളും എന്തും കാണുന്നുണ്ട്, പിള്ളേരെയും കാണുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? സ്കൂളാണ് അല്ലേ? നിങ്ങളുടെ വില്ലേജിലില്ലേ സ്കൂളുണ്ട്, വീടുണ്ട്, നെൽപ്പാടുണ്ട്. ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്ത് കാണുന്നുണ്ട്? ഒരു ക്രാഫ്റ്റ്മെന്നെ കാണുന്നുണ്ട് അല്ലേ? എന്താണ് കാണുന്നത്? ക്രാഫ്റ്റ്മെൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ. ഒരു കർഷകനെ വീണ്ടും എവിടെ കാണുന്നുണ്ട്? ഇതാ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? പിന്നെന്ത് കാണുന്നുണ്ട്? ഒരു വലിയൊരു മല കാണുന്നുണ്ട് അല്ലേ? ഒരു മൗണ്ടെയിൻ കാണുന്നുണ്ട്, തെങ്ങ് കാണുന്നുണ്ട്. ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു നെല്ല് അല്ലേ? നെൽപ്പാടം, അതേപോലെ ഒരു പാഡി ഫീൽഡ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് കുഞ്ഞു വീടുകൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു എന്തുണ്ട്? കുളം കാണുന്നുണ്ട് അല്ലേ? ഒരു പോണ്ട് കാണുന്നുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യനിൽ നിന്ന്, ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. എന്തൊക്കെയാണ് 3 പെക്യുലാരിറ്റീസ് വില്ലേജിൻ്റെ 3 പെക്യുലാരിറ്റീസ്? പെക്യുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫീച്ചേഴ്സ് അല്ലേ? എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണുന്നത്? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയാണ് ആ വില്ലേജിൽ കാണുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു കുഞ്ഞല്ലേ, സ്മോൾ ഹൗസ് അല്ലെങ്കിൽ സ്മോൾ ഹട്ട് അല്ലേ? ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുടിൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, പിന്നെ എന്ത് കാണുന്നുണ്ട്? ഒരു പാഡി ഫീൽഡ് അല്ലേ? ഒരു എന്ത് കാണുന്നുണ്ട്? പാഡി ഫീൽഡ് കാണുന്നുണ്ട്, ഒരു നെൽപ്പാടം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ കണ്ടത്? സ്കൂള് കാണുന്നുണ്ട് അല്ലേ? നേരത്തെ ചിത്രം ഓർമ്മയുണ്ടല്ലേ? സ്കൂള് കണ്ടു. പിന്നെ നമുക്ക് എന്തെന്തു? ക്രാഫ്റ്റ്മെന്നെ കണ്ടു അല്ലേ? നമ്മളോട് 3 എണ്ണമാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം? ഇനി 3 എണ്ണം മതി കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്മോൾ ഹൗസ്, പാഡി ഫീൽഡ്, സ്കൂള് മാത്രം എടുക്കാം. ഓക്കെ, ദെൻ ലൈക്ക് ദ മാർക്കറ്റ് ഇൻ എ പീലീസ് വില്ലേജ്, വാട്ട് ആർ ദ വേസ് ഇൻ എ വില്ലേജ് എക്സ്ചേഞ്ച് ഗുഡ്? എന്താണ് ക്വസ്റ്റ്യൻ? ഈ പീലിയുടെ വില്ലേജിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എന്തുണ്ട്? എക്സ്ചേഞ്ച് ഗുഡ്. എന്താണ് എക്സ്ചേഞ്ച് ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് അവിടെ കാണുന്നുണ്ട് അല്ലേ? സോ നമുക്ക് എന്തുണ്ട്? പീലിയുടെ വില്ലേജിൽ ഒരു മാർക്കറ്റ് പോലെ നമ്മുടെ വില്ലേജിൽ എന്തൊക്കെയാണ്? 2 എണ്ണം ഇതാണ് പറഞ്ഞത്. നിങ്ങളുടെ വില്ലേജിൽ എന്തൊക്കെ രീതിയിലാണ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എന്തുണ്ട്? ട്രേഡ് ഉണ്ട് അല്ലേ? വാണിജ്യം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ട്രേഡ് ഉണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് സാധനങ്ങൾ
അപ്പോൾ ഇന്ത്യ അറിയില്ലേ, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു, വേറെ രാജ്യത്തുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതേപോലെ നമ്മുടെ വില്ലേജിൽ എന്തുണ്ട്, നമ്മുടെ വില്ലേജിൽ നിന്ന് വേറെ അടുത്തുള്ള സ്ഥലത്തു നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വില്ലേജിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വേറെ ഉള്ളത്, ഇതേപോലെ തന്നെ എന്തുണ്ട്, മാർക്കറ്റ് ഉണ്ട് അല്ലേ, എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉണ്ട് അല്ലേ. എന്താണ് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റ് എന്തുണ്ട് നമ്മുടെ വില്ലേജിൽ ഉണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഗുഡ്സിൻ്റെ എന്തുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വേറെ രീതി. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അയൽപ്പക്കത്തിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അവരെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്ത് ഉണ്ട്, ഇപ്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇല്ലാതാകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാരെടുത്ത് പോയിട്ട് എന്തോ ചോദിക്കുന്നില്ലേ. അപ്പം അതും ഒരു വേ ഓഫ് എന്താണ്, എക്സ്ചേഞ്ച് ആണ്. അപ്പം ഇത് മനസ്സിലായില്ലേ മക്കൾക്ക്, മനസ്സിലായില്ലേ ഇത് എന്തൊക്കെയാണെന്ന്. ഇപ്പം എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ് ആ ഗ്രാമത്തിലുള്ള പിക്ചറിൽ കാണുന്നത് എന്നുള്ളത് മനസ്സിലായി. രണ്ടാമത്തെ നമുക്ക് എന്ത് ഒരു മാർക്കറ്റ്, ഒരു ട്രേഡ് അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതും മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2. എന്താണ് ആക്ടിവിറ്റി 2? യൂസ് ഓഫ് ഫയർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. എന്താണ് പറഞ്ഞത്, യൂസ് ഓഫ് ഫയർ അല്ലേ, തീയുടെ ഉപയോഗം അല്ലേ. ആദ്യ കാലഘട്ടത്തിൽ തീ എങ്ങനെ മനുഷ്യൻ ഉപയോഗിച്ചു അല്ലേ, ആ തീയുടെ ഉപയോഗം ഒരു ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. ഹ്യൂമൻ ഫുഡ് പാറ്റേണിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വലിയ എന്തുണ്ട്, ലാൻഡ്മാർക്കാണ് അല്ലേ. മനുഷ്യൻ്റെ ഭക്ഷ്യ ശൃംഖലയെ തന്നെ മാറ്റിമറിച്ച ഒന്നാണ് എന്ത്, തീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. സോ എന്താണ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്ചേഞ്ചസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ കുക്കിംഗ്. അപ്പോൾ എന്താണ് 4 ഓപ്ഷൻസ് നിങ്ങളിവിടെ കണ്ട, ശ്രദ്ധിക്കുക മക്കൾ, ശ്രദ്ധിച്ച് നോക്ക്. 4 ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇതിൽ നിന്നും നമ്മൾ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടാവാത്ത ഒരു കാര്യം അല്ലേ, അതുവരെ തീ ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് നമ്മൾ തീ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയുള്ളതിൽ ഏത് കാര്യമാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം കുക്ക് ആൻഡ് ഈറ്റ് അല്ലേ. തീയുടെ ഉപയോഗത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തോന്നുന്നത്, നിങ്ങൾ വീട്ടിൽ എങ്ങനെ പാചകം ചെയ്യില്ലേ, എങ്ങനെയാണ്, ഗ്യാസ് ഉള്ളവരുണ്ടാവും, ഇൻഡക്ഷൻ ഉള്ളവരുണ്ടാവും, സാധാ വിറകടുപ്പുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തീ അല്ലേ, ഒരു ഫയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്. അപ്പം കുക്ക് ആൻഡ് ഈറ്റ് എന്ന് പറയുന്നത് തീയുടെ ഉപയോഗത്തിന് ശേഷം വന്നൊരു മാറ്റമല്ലേ അല്ലേ. അപ്പോൾ വരാത്തൊരു മാറ്റമാണ് ചോദിച്ചത് അല്ലേ. ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എന്താണ്, ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ. ദെൻ റോസ്റ്റ് ആൻഡ് ഈറ്റ്. റോസ്റ്റ് ആൻഡ് ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, റോസ്റ്റ് ചെയ്തിട്ട് അല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നു, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് ഒക്കെ നിങ്ങൾ കഴിച്ചില്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, റോസ്റ്റ് എന്ത് ചെയ്തു, ഈറ്റ് ചെയ്യുന്നു. അതും തീയുടെ ഉപയോഗം. അതൊക്കെ തീ വേണം അല്ലേ, പാചകം ചെയ്യുന്നത് വേണം, തീ വേണം. ദെൻ ബോയിൽ ആൻഡ് ഈറ്റ്. ബോയിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബോയിൽ ചെയ്ത് തിളപ്പിക്കുന്നു അല്ലേ വെള്ളം നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫുഡ് സാധനങ്ങൾ നമ്മൾ ബോയിൽ ചെയ്യുന്നിട്ട് എന്നിട്ട് കഴിക്കുന്നു. ബോയിൽ ആൻഡ് ഈറ്റ് എന്ന് പറയുന്നതും എന്താണ്, തീയുടെ ഉപയോഗത്തിന് ശേഷം വന്നതാണ്. ദെൻ ഈറ്റ് റോ ആയിട്ട് ഈറ്റ് ചെയ്യുക. റോ ആയിട്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ പച്ച മാംസം അതേപോലെ തന്നെ കഴിക്കുന്നത് നമ്മൾ തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് എന്ത് അങ്ങനത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആദ്യം മനുഷ്യർ എന്ത് ചെയ്തത്, റോ ആയിട്ട് ഈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, തീ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യില്ല, തീ ഉപയോഗിച്ചതിന് ശേഷം ഈ പച്ച മാംസം എന്താ ചെയ്യുന്നത്, ചുട്ട് തിന്നുകയാണല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ചുട്ട് തിന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈറ്റ് ആൻഡ് റോ എന്ന് പറയുന്നത് തെറ്റല്ലേ. ഓക്കെ, തീയുടെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ ചോദിച്ചത്. അതിൽ ഈറ്റ് റോ എന്ന് പറയുന്നതാണ് എന്ത്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാണ് അത് കറക്റ്റ് ആൻസർ വന്നത്. ദെൻ ആക്ടിവിറ്റി 2-ൽ തന്നെ നമ്മൾ എന്തുണ്ട്, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ nomadic man's usage of
ഫയർ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? യൂസ് ഓഫ് ഫയർ യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഫസ്റ്റ് വന്നതെന്ന് ചോദിച്ചത്. സോ began to roast and eat roots and tubers. They ate the burned meat of dead animals in wildfire, began to roast and fish meat, etc. Learned to use fire in a controlled manner. Then they started to cook food. First എന്താ ചെയ്യുന്നത്? They ate the burned meat of dead animals in wildfire. എന്താ അർത്ഥം അതിൻ്റെ? They ate the burned meat of dead animals in wildfire എന്ന് പറഞ്ഞാൽ അല്ലേ, കാട്ടുതീയിൽ ഇങ്ങനെ കരിഞ്ഞു പോയ എന്ത് ചെയ്തു? ആനിമൽസിൻ്റെ, മൃഗങ്ങളുടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇറച്ചിയാണ് അവർ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഈ തീ കണ്ടെത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവർ ഈ തീയുടെ ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു കാട്ടുതീ വന്നപ്പോൾ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തു? അതിൽ എരിഞ്ഞടങ്ങി അല്ലേ? അങ്ങനെ എരിഞ്ഞടങ്ങിയ മൃഗങ്ങളുടെ ഫിഷ് അല്ലെ മീറ്റ് അവരെന്ത് ചെയ്തു? ടേസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി റോ ഈറ്റ് ചെയ്ത്, അതായത് പച്ച മാംസം തിന്നതിൽ നിന്നും വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് എന്ന് മനസ്സിലായത്. സോ അവർക്ക് എന്ത് ചെയ്തു? ദെൻ സെക്കൻഡ് അവരെന്ത് ചെയ്തു? ലേൺ ടു, ഇതാണ് ഫസ്റ്റ്, ദേ എയ്റ്റ് ദ ബേൺ മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ഫയർ. ദെൻ സെക്കൻഡ് അവരെന്ത് ചെയ്തു? ലേൺഡ് ടു യൂസ് ദ ഫയർ ഇൻ കൺട്രോൾഡ് മാനർ അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്തു? കാട്ടുതീ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയ രീതിയിൽ കല്ലുകളൊക്കെ ഇങ്ങനെ ഒരച്ച് എന്ത് ചെയ്തു? തീ ഉണ്ടാക്കി. മനസ്സിലായോ? തീ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു? ദേ ലേൺഡ് ടു യൂസ് ഫയർ ഇൻ കൺട്രോൾഡ് മാനർ. കൺട്രോൾഡ് മാനറിൽ എന്ത് ചെയ്തു? ഫയർ യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. സോ ദേ ലേൺഡ് അല്ലേ? ലേൺഡ് എന്താണ്? യൂസ് ഓഫ് അല്ലേ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചു. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചു? സോ അവരെന്ത് ചെയ്യുന്നു? കൺട്രോൾഡ് ഫയർ. ഓക്കെ, എന്ത് ചെയ്തു? അവർ ഫയറിനെ കൺട്രോൾ ചെയ്തു. ദെൻ അവരെന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ഫുഡ് അല്ലേ? എങ്ങനെ അവർ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഫയറിനെ അവർക്ക് കൺട്രോളായി. ദെൻ അവരെന്ത് ചെയ്തു? ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് കുക്കിംഗ്. ഓക്കെ, സ്റ്റാർട്ടഡ് കുക്കിംഗ്. ദെൻ അവരെന്ത് ചെയ്തു? began to roast eat root and tubers അല്ലേ? അവരെന്ത് ചെയ്തു? began to roast and eat roots and tubers. അങ്ങനെ അവരെന്ത് ചെയ്തു? കുക്കിംഗ് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്തായാലും റോസ്റ്റ് ചെയ്യാനും ഈറ്റ് ചെയ്യാനും എന്ത്? ട്യൂബേഴ്സും റൂട്ട്സ് അല്ലേ? മരങ്ങളുടെ വേരുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ വന്നു? ഇങ്ങനെ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ദെൻ അവരെന്ത്? began to roast and eat fish and meat. ദെൻ അവരെന്ത് ചെയ്തു? അവസാനമായിട്ട് ഫിഷ് അതേപോലെ മീറ്റ് ഒക്കെ അവരെന്ത് ചെയ്തു? യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ദിസ് ഈസ് ദ തിങ്, യൂസ് ഓഫ് ഫയർ. ഓക്കെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ഇതിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെ? ഡോക്ടർ, ഇത് ഡോക്ടറാണ് കേട്ടോ, ഡോക്ടർ അല്ലേ? ഡോക്ടർ. ദെൻ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വീട് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ദെൻ ടീച്ചർ, ദെൻ പോലീസ്, ദെൻ വുഡ് കട്ടർ, ഹെഡ് ലോഡ് വർക്ക്. ഓക്കെ, ഇത്രയും ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഡോക്ടർ ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്കർ ഉണ്ട്, ടീച്ചർ ഉണ്ട്, പോലീസ് ഉണ്ട്, വുഡ് കട്ടർ ഉണ്ട്, ഹെഡ് ലോഡ് വർക്കർ ഉണ്ട്. ദെൻ ഇതിൽ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺസ് ഹൂ ആർ എൻഗേജ്ഡ് മന്ത്ലി വേജസ് ആൻഡ് വേജസ് എംപ്ലോയ്മെൻറ്റ്. ഇതിൽ നിന്ന് സ്ഥിര വരുമാനമുള്ളതാർക്കൊക്കെ, അതേപോലെ തന്നെ സ്ഥിര വരുമാനമില്ല, ഡെയിലി ദിവസേന വരുമാനമുള്ളത് ആർക്കൊക്കെ എന്നാണ് പറയുന്നത്. മന്ത്ലി വേജസ് ആർക്കൊക്കെ ഉണ്ട്? പോലീസ് അല്ലേ, ഒരു മന്ത്ലി വേജസ് കിട്ടും അല്ലേ? അതൊരു ആഭ്യന്തര, അതായത് ഒരു നമ്മുടെ സർക്കാരിൻ്റെ ഒരു കീഴിലുള്ള ഒരു സംഭവമാണ്. ദെൻ ടീച്ചർ എന്ന് പറയുന്നതും എന്തുണ്ട്? ഇതേപോലെ ടീച്ചർ എന്ന് പറയുന്നതും നമുക്ക് എന്തുണ്ട്? ഒരു ഡെയിലി വേജസ് ഉണ്ട് കേട്ടോ. സോ
ടീച്ചർ, അതേപോലെ ഡോക്ടർ. ടീച്ചർ, ഡോക്ടർ ഒക്കെ എന്തുണ്ട്? മന്ത്ലി വേജസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഡോക്ടർ, ടീച്ചർ, പോലീസ് ഇവർക്കൊക്കെ എന്താണ്? മന്ത്ലി വേജസ് ആണ്. ദെൻ കൺസ്ട്രക്ഷൻ വർക്കർ, അതേപോലെ തന്നെ വുഡ് കട്ടർ. വുഡ് കട്ടർ എന്ന് പറയുന്ന ആരാ മക്കളെ? വുഡ് കട്ടർ എന്ന് പറയുന്ന മരം കട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ? നമ്മൾ പിക്കാസൊക്കെ വെച്ചിട്ട് ടിഷ്യൂ എന്ന് പറഞ്ഞു മരം കട്ട് ചെയ്യുന്ന ആൾക്കാർ. ദെൻ ഹെഡ് ലോഡ് വർക്കർ. ഹെഡ് ലോഡ് വർക്കർ എന്ന് പറയുന്ന ആരാ? ഈ ചുമട് എടുക്കുന്ന ആൾക്കാരല്ലേ? ഹെഡ് ലോഡ് വർക്കർ. ഓക്കെ, ദെൻ ഹെഡ് ലോഡ് വർക്കർ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് മന്ത്ലി വേജ്? പോലീസ്, ടീച്ചർ, ഡോക്ടർ. ഡെയിലി വേജസ് കിട്ടുന്ന വുഡ് കട്ടർ, ഹെഡ് ലോഡ് വർക്കർ, കൺസ്ട്രക്ഷൻ വർക്കർ ഒക്കെയാണ് എന്ത്? ഡെയിലി വേജസ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ദെൻ വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെന്റ്? എന്താണ് എംപ്ലോയ്മെന്റ് എന്നുള്ളതിന്റെ അർത്ഥം? എന്താ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റേറ്റ് ഓഫ് ഹാവിങ് എ പെയ്ഡ് ജോബ് അല്ലേ? അല്ലെങ്കിൽ വർക്ക് ടു ഏൺ ഇൻകം. ഓക്കെ, നമുക്ക് ഒരു വരുമാനം വേണം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ടു സ്റ്റേറ്റ് ഓഫ് ഹാവിങ് എ പെയ്ഡ് ജോബ്. ഓക്കെ, ഒരു പെയ്ഡ് ജോബ് ഉണ്ടായിരിക്കുക. എന്തിന്? ടു ഇൻകം. ഓക്കെ, ദിസ് ഈസ് എംപ്ലോയ്മെൻറ്റ്. ടു സ്റ്റേറ്റ് ഓഫ് ഹാവിങ് എ പെയ്ഡ് ജോബ് അല്ലെ വർക്ക് ടു ഏൺ ഇൻകം എന്ന് പറയുന്നത്. സോ സെലക്ട് ദ വർക്ക് ദാറ്റ് റെഫർ ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ നമ്മൾ എന്താ പറയുക? ആർക്കെങ്കിലും അറിയോ? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതിന് എന്താ പറയാന്ന്? ഇൻട്രസ്റ്റ് ആണോ? അല്ല, ഇൻട്രസ്റ്റ് നമ്മൾ എന്തിനാണ് കിട്ടുന്നത്? ക്യാപിറ്റൽസിനാണല്ലേ. സാലറി ആണോ? അല്ല, സാലറി നമ്മൾ വർക്ക് എടുക്കുന്നതിന് കിട്ടുന്ന. പ്രോഫിറ്റ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നതാണ് അല്ലേ? ഒരു കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഡിവിഡൻഡ് ആണ് എന്ത്? നമ്മളെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ഡിവിഡൻഡ് ആണ്. ഓക്കെ, am I clear? Then activity 4 എന്താണ്? രണ്ടുപേരുള്ള കോൺവെർസേഷൻ ഒന്ന് വായിച്ചു ടീച്ചർ വായിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പീലി, വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി ഹൗ വിൽ യു പ്ലേ എ ഗെയിം? How do you be happy without the game? If you are in the city, you would have done many things. അപ്പോൾ എന്താണ് പീലിയോട് ചോദിക്കുന്നത്? പീലി ഒരു വില്ലേജ് ബോയ് ആണല്ലേ. അപ്പോൾ പീലിൻ്റെ അടുത്ത് എന്താണ് ചോദിക്കുന്നത്? ഒരു നല്ലൊരു നെറ്റ്വർക്ക് കവറേജ് അല്ലെങ്കിൽ ഒരു വൈഫൈ കണക്ടിവിറ്റി ഒന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഗെയിം, നിങ്ങൾക്ക് ഓൺലൈൻ ഗെയിം കളിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ, നിങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടാവില്ല. അമ്മയുടെ, അച്ഛൻ്റെയും ചേച്ചിയുടെയും ചേട്ടന്മാരൊക്കെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നെറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഗെയിം കളിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുകയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം പീലിയുടെ ഒരു വില്ലേജിൽ ഇതിന് കണക്ടിവിറ്റി ഇല്ല അല്ലേ. ഒരു വില്ലേജ് ഒരു പ്രാന്തപ്രദേശം ആയതുകൊണ്ട് അവിടെ ഒരു കണക്ടിവിറ്റി ഇല്ല. അപ്പം നമുക്ക് നിങ്ങളെങ്ങനെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ് പീലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സോ പീലി എന്താണ് പറയുന്നത്? ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പം എന്താണ് പീലി പറയുന്നത്? ഈ സ്ഥലം അല്ലെ, ഈ ഒരു വില്ലേജ് എന്താണ്? സിറ്റീനെക്കാട്ടിലും മോർ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് എന്ത് പറയുന്നത്? പീലി പറയുന്നത്. അപ്പോൾ പീലിക്ക് ഏതാണ് ഇഷ്ടം? പീലിയുടെ വില്ലേജാണ് ഇഷ്ടം. അപ്പോൾ എന്താ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഹാവിൻറ്റ് യു റീഡ് ദ കോൺവെർസേഷൻ? നിങ്ങൾ കോൺവെർസേഷൻ വായിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹാവിൻറ്റ് യു സീൻ ദ എൻ്റർടൈൻമെൻറ്റ് ഇൻ പീലീസ് വില്ലേജ്? പീലീസിൻ്റെ വില്ലേജിലെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമ്മൾ കണ്ടില്ലേ? ലിസ്റ്റ് ദ നെയിം ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് ഇൻ യുവർ വില്ലേജ് അല്ലേ. എന്തൊക്കെയാണ് നിങ്ങളുടെ വില്ലേജിലുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം? എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ്? ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ത് പറയാം? ട്രഡീഷണൽ ഗെയിംസ് ഉണ്ട് അല്ലേ. എന്തുണ്ട്? ട്രഡീഷണൽ ഗെയിംസ്. ഓക്കെ, പിന്നെ എന്തുണ്ട്? വേറെ എന്ത് കളിയുണ്ട്? നമ്മുടെ ഇതുണ്ട്. വേറെ എന്തൊക്കെ കളികളാണ് നമ്മൾ കളിക്കുന്നത്? ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ. ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ച് പൊട്ടി കളിക്കല്ലേ നിങ്ങൾ? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കലുണ്ട്. പിന്നെ നമ്മൾ എന്താ കളിക്കൽ? തിയേറ്റർ ബേസ് അല്ലേ. വേറെ എൻ്റർടൈൻമെൻറ്റ് ചെറിയ ചെറിയ തിയേറ്റർ അല്ലെങ്കിൽ പിന്നെ ചില ഉത്സവങ്ങളുടെയൊക്കെ സമയത്ത് നമ്മൾ നാടകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവാറില്ലേ. അതാണ് എന്ത്?
ഇത്രയും എൻ്റർടൈൻമെൻറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ് യു ഹാവ് സീൻ യുവർ വില്ലേജ്. അപ്പോൾ എന്താണ് മെറിറ്റും ഡീമെറിറ്റും ഒക്കെയാണ് നമ്മളോട് നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ഗെയിംസ് പീരീഡ് വില്ലേജിലുള്ള ഗെയിംസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഓൺലൈൻ ഗെയിംസിൻ്റെ പ്രത്യേകത? എന്താ ഓൺലൈൻ ഗെയിംസ് എന്താണ്? ഒരു വിർച്വലാണല്ലേ. വിർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോണിലൂടെ അല്ലെ ഗെയിമിങ് ആപ്പിലൂടെ അല്ലെ ഗെയിമിങ് സെറ്റിലൂടെ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിർച്വൽ. നമ്മുടെ വില്ലേജിലുള്ളത് എന്താണ്? ഒരു ഫിസിക്കൽ ഗെയിമാണല്ലേ. ഫിസിക്കൽ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഓടിയും പിടുത്തത്തിൽ നമ്മൾ വേണം അല്ലേ കൊത്തങ്കല്ല് കളിക്കണമെങ്കിൽ നമ്മൾ വേണം. അപ്പം നമ്മളവിടെ ഫിസിക്കലി എന്തായിരിക്കണം? നമ്മുടെ ഒരു പ്രസൻസ് വേണം. ഓക്കെ, ദെൻ വേറെന്താണ്? ഇതിൽ വേൾഡ് ഓവർ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. വേൾഡ് വൈഡ് എന്തുണ്ടാവും? ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും എന്തുണ്ടാവും? നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ ഫ്രണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള കൂട്ടുകാരനെ നമുക്ക് ഫ്രണ്ടാക്കാം. ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ വില്ലേജിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വരാൻ പറ്റുന്ന ഫ്രണ്ട്സ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്? ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ഓഫ് ഗെയിംസ് ഉണ്ടല്ലേ, വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണ്? നമ്മുടെ ഒരുപാട് യൂസേജ് എന്ത് ചെയ്യും? നമ്മുടെ ഐ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും അല്ലേ. ഐ പ്രോബ്ലംസ് ഉണ്ടാക്കും. നമുക്ക് എന്തുണ്ടാവില്ല? ഒരു കമ്മ്യൂണിക്കേഷൻസ് അല്ലേ, നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഉണ്ടാവുന്നതിലൊരു പ്രശ്നം വരും അല്ലേ. ദെൻ ഇതിൻ്റെ വേറൊരു മെറിറ്റ് എന്താ? നമുക്ക് ഒരുപാട് നോളജ് കിട്ടും അല്ലേ, നോളജ് കിട്ടും. ദെൻ വില്ലേജ് ഗെയിംസിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഒരുപാട് പേരായിട്ട് കമ്മ്യൂണിക്കേഷൻസ്, നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാരായിട്ട് കോൺവെർസേഷൻസ് വരും. ദെൻ നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള അല്ലേ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോകത്തെക്കുറിച്ച് അല്ലേ, വേൾഡ് വൈഡ് ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഇൻട്രാക്ഷൻസ് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരുടെ നേരിട്ടല്ലേ ഒരു ഫേസ് ടു ഫേസ് ഒരു ഇൻട്രാക്ഷൻസ് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ആക്ടിവിറ്റി 5, ദ സ്കൈ സ്കീൻ ജനറേറ്റഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആൻസിറ്റി ഇൻ യുവർ മാൻകൈൻഡ് സിൻസ് ആൻഷ്യന്റ്. നമ്മളെപ്പോഴും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രന് ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഉത്സാഹമല്ലേ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. നിങ്ങളിപ്പോൾ ഫുഡ് അമ്മ വാരി തരുമ്പോൾ നിങ്ങളെന്താ പറയുക? നക്ഷത്രങ്ങളെക്കുറിച്ച് ചോദിക്കും അല്ലേ, മൂണിനെ കുറിച്ച് ചോദിക്കും അല്ലേ, എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പം ഇതന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും. ഐഡൻറ്റിറ്റി കാർഡ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് വീനസ്. പ്രിപ്പയർ ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഫോർ എർത്ത്. വീനസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട് അല്ലേ. അതിൽ നിന്ന് വീനസിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രൈറ്റസ്റ്റ് ആണ് അല്ലേ, ഭയങ്കര തിളങ്ങുന്ന ഒരു പ്ലാനറ്റ് ആണ്. ദെൻ ഹോട്ടസ്റ്റ് ആണ്, ഭയങ്കര ചൂടുള്ള ഒരു പ്ലാനറ്റ് ആണ്. ദെൻ സാറ്റലൈറ്റ്സ് ഇല്ല. ഓക്കെ, ബ്രൈറ്റസ്റ്റ് ആണ്, തിളങ്ങുന്നതാണ്, ഹോട്ടസ്റ്റ് ആണ്, ചൂടുള്ളതാണ്, സാറ്റലൈറ്റ്സ് ഇല്ല. ദെൻ എർത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എർത്ത് പറയുന്നത് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഓൺലി പ്ലാനറ്റ് ആണ് അല്ലേ. നമ്മളെ ജീവൻ കാണപ്പെടുന്ന ഒരു പ്ലാനറ്റ് ആണ് ഇത് എർത്ത് എന്ന് പറയുന്നത്. ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഓൺലി പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്ന് പറയുന്നത് എന്തുണ്ട്? 70% എന്താണ്? വാട്ടറാണ് ഇവിടെ എർത്തിൻ്റെ. ഓക്കെ, എർത്തിൻ്റെ 70% എന്താണ്? വാട്ടറാണ്. ദെൻ ഒരു സാറ്റലൈറ്റ് ഉള്ളൂ, ഓൺലി 1 സാറ്റലൈറ്റ്. ഏത്? മൂൺ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സാറ്റലൈറ്റേ ഉള്ളൂ. എന്തിന്? എർത്തിന്. മനസ്സിലായോ? വീനസിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു. ബ്രൈറ്റസ്റ്റ് ആണ്, ഹോട്ടസ്റ്റ് ആണ്, സാറ്റലൈറ്റ്സ് ഇല്ല. എർത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 70%, അതാണ് നീലഗ്രഹം അല്ലേ, ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മൾ എർത്തിനല്ലേ നീലഗ്രഹം എന്ന് പറയുന്നു. ദെൻ
70% വാട്ടർ ആയതുകൊണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നു. ദെൻ ഓൺലി 1 സാറ്റലൈറ്റേ ഉള്ളൂ, ഏത്? 3. അപ്പോൾ ഇത്രയും ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? എർത്തിനെ കുറിച്ചാണ് നമ്മളോട് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ ട്രീറ്റിംഗ് എ സെലസ്റ്റിയൽ ബോഡി ആസ് എ പ്ലാനറ്റ്? ഇതിൽ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അവർ. ബേൺ ഇറ്റ് സെൽഫ്, സ്വയം കത്തിയമരുന്നത് പ്ലാന്റ്സ് ആണോ? നിങ്ങൾ ആലോചിക്കുക, സ്വയം കത്തിയമരുന്നത് ആരാണ്? സൂര്യനാണ്. അപ്പം എന്തല്ല, ഈ ബേൺ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിൻ്റെ എന്തല്ല, പ്രത്യേകതയല്ല. അപ്പോൾ നമ്മൾ ആൻസർ ഏതായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, ദെൻ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, സ്പെറിക്കൽ ആവാം അല്ലേ, ഷേപ്പ് സ്പെറിക്കൽ ആവാം, പല പ്ലാന്റും സ്പെറിക്കൽ ഉണ്ട്. റിവോൾവ്സ് അറൗണ്ട്സ് ആണ് ഉറപ്പായിട്ടും അല്ലേ. പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാസ് എ യുണീക്ക് ഓർബിറ്റ്, ഒരു യുണീക്ക് ഓർബിറ്റ് എന്തുണ്ട്? അത് കറങ്ങുന്നതിനുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബേൺ ഇറ്റ് സെൽഫ് അല്ലേ. ബേൺ ഇറ്റ് സെൽഫ് എന്തല്ല, ഒരു പ്ലാനറ്റിൻ്റെ ഒരു ഫീച്ചർ അല്ല. ദെൻ ഇഫ് ദ പ്ലാനറ്റ് ആർ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ നിയറസ്റ്റ് പ്ലാനറ്റ്? ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്. മെർക്കുറി ഫസ്റ്റ് അല്ലേ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, ദെൻ നെപ്റ്റ്യൂൺ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലേ? സോ ഇതിലേതാണ്? മെർക്കുറിയും വീനസ് എർത്തൊക്കെയാണോ തൊട്ടടുത്ത് വരുന്നില്ല. അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാണ്? മെർക്കുറി, എർത്ത്. ജൂപ്പിറ്റർ സാറ്റേൺ ആണോ? അല്ല. അല്ല, ജൂപ്പിറ്റർ സാറ്റേൺ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. വീനസും ജൂപ്പിറ്ററും ആണോ? അല്ല. വീനസ് ഇവിടെയാണ്, ജൂപ്പിറ്റർ ഇവിടെയാണ്. സാറ്റേൺ നെപ്റ്റ്യൂണും അല്ല, സാറ്റേൺ ഇവിടെയാണ്, ഇവിടെ. അപ്പം ഏറ്റവും നിയറസ്റ്റ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ, സണ്ണിൽ നിന്നുള്ള സണ്ണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മെർക്കുറിയാണ് അടുത്ത്, ദെൻ വീനസ്, ദെൻ എർത്ത്, ദെൻ മാർസ്, ദെൻ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പോൾ ദ ആൻസർ ഈസ് മെർക്കുറി ആൻഡ് എർത്ത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6, 6ാമത്തെ ആക്ടിവിറ്റിയാണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് എക്സിസ്റ്റ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ എർത്ത് ഡൈവേഴ്സിറ്റി. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? പ്ലാന്റ്സ് അതേപോലെ തന്നെ ആനിമൽസ് ഒക്കെ എന്താണ്, ഹ്യൂമൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? എർത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ മുതലെടുത്തുകൊണ്ടാണല്ലേ ജീവിക്കുന്നത്. നമ്മൾ എർത്താണ് നമ്മളെ ലൈഫ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. സോ എർത്ത് ആസ് എ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സപ്പോർട്ടിങ് ലൈഫ് അല്ലേ. ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ആർക്കുണ്ട്? എർത്തിനുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ? ഹൗ ഡു ഹ്യൂമൻ ബീയിങ്സ് മേക്ക് യൂസ് ഓഫ് കോണ്ടിനെൻറ്റ് അല്ലേ? കോണ്ടിനെൻറ്റ് ആൻഡ് ഓഷ്യൻ പ്രിപ്പയർ ആൻഡ് നോട്ട്. നമ്മൾ കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വൻകരകളല്ലേ. നമുക്ക് എത്ര വൻകരകളുണ്ട്? 7 വൻകരകളുണ്ട്. 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട്. ദെൻ ഓഷ്യൻസ് ഉണ്ട് അല്ലേ, 4 പ്രധാനപ്പെട്ട ഓഷ്യൻസ് ഉണ്ട്. പ്രിപ്പയർ ആൻഡ് നോട്ട് ഓൺ ഇറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് നോട്ട് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് കോണ്ടിനെൻറ്റ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഓരോരുത്തരായിട്ട് ഒന്ന് പറഞ്ഞു നോക്കി എന്തൊക്കെയാണ് കോണ്ടിനെൻറ്റ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഓഷ്യൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോണ്ടിനെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗസിങ് അല്ലേ, നമുക്ക് വീട് വെച്ച് നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? കടലിലാണോ? അല്ല, നമ്മൾ കരയിലാണല്ലേ താമസിക്കുന്നത്. ദെൻ ട്രേഡിങ് ഉണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? വാണിജ്യം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതിലാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിവിങ് അല്ലേ, ലിവിങ് ചെയ്യുന്നത് എവിടെയാണ്? കോണ്ടിനെൻറ്റിലാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ട്രാൻസ്പോർട്ടേഷനും എന്തുണ്ട്? ഓഷ്യൻസിലുണ്ട്. ദെൻ കോണ്ടിനെൻറ്റിലുണ്ട്. ദെൻ ഓഷ്യൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിഷിങ് അല്ലേ, ഫിഷിങ് നമ്മൾ നടത്തുന്നു അല്ലേ, ഫിഷിങ് നടത്തുന്നു. ട്രേഡ് ഉണ്ട് അല്ലേ, നമ്മൾ എന്ത് കപ്പലുകളിലൊക്കെ പോയി ട്രേഡ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഷ്യൻസിൽ നടത്തുന്നത് അല്ലേ. ഓഷ്യൻസിൽ ഇത്രയും കാര്യങ്ങളാണ് നടത്തുന്നത്. ദെൻ continent and ocean should be protected. Prepare a sentence to make the placard to create an awareness about this.
അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റൻസ് വേണം എന്തിന്, പ്ലക്കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ത്, അപ്പോൾ നമുക്ക് ഓഷ്യൻസിന് കോണ്ടിനെൻ്റ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ഓഷ്യൻ അല്ലേ, ദെൻ സേവ് ലൈഫ് അല്ലേ. ഇനി കോണ്ടിനെന്റിനെ കുറിച്ച് ഒന്ന് ഉണ്ടാക്കിക്കേ. പ്രൊട്ടക്റ്റ് അല്ലേ, പ്രൊട്ടക്റ്റ് കോണ്ടിനെന്റ്. പ്രൊട്ടക്റ്റ് എവറിത്തിങ് അല്ലേ, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. അങ്ങനെയാണ് നമ്മളൊരു പ്ലക്കാർഡ് ഉണ്ടാക്കുന്നത്. ഇത് 2 സെൻറ്റൻസാണ് അവർ പറഞ്ഞത്. മക്കൾ എന്ത് ചെയ്യുക, 2 സെൻറ്റൻസ് മാത്രം ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ. ദെൻ ആക്ടിവിറ്റി 7. ബൈ ദ 6th century BC several janapadas were formed from the Gangetic plain to Godavari ways. അപ്പോൾ നമ്മൾ പഠിച്ചാണ് ഓൾറെഡി എന്ത്, ഒരുപാട് ജനപദാസ് ഇല്ലേ, മഹാജനപദ എന്ന് പറയില്ലേ, കോശി, മഗധ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മഹാജനപദാസ് പഠിച്ചിട്ടുണ്ട്. സോ മഗധ വാസ് ദ മോസ്റ്റ് പവർഫുൾ വൺ എമംഗ് ദം. അപ്പോൾ അത്രയും 17 മഹാജനപദാസ് ഉണ്ടായിട്ടും എന്തുള്ള മഗധയാണ് എന്തായാലും ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നത്. സോ വാട്ട് വാസ് ദ റീസൺ ഫോർ ദ മഗധ ടു ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ കിങ്ഡം ആവാൻ വേണ്ടിയിട്ട് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് ദ പൊസിഷൻ ഓഫ് മഗധ അല്ലേ. മഗധയുടെ പൊസിഷൻ എന്താണ് അല്ലേ, മഗധയുടെ ഒരു പൊസിഷൻ എന്താണ്, ഭയങ്കര അല്ലേ. ഇപ്പം രാജഗൃഹ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വരുന്നു. ദെൻ എന്ത് വരുന്നു, പാടലീപുരം, ഇതൊക്കെ എന്താണ്, ഹിൽസിൻ്റെ അടുത്ത്. അതേപോലെ തന്നെ ഗംഗറ്റിക് റിവേഴ്സിന്. അപ്പം അതിൻ്റെ ഒരു പൊസിഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വേറെ എന്താണ്, ഒരു അടുത്തത് എന്താണ്, ഒരു സ്ട്രോങ് ആർമി അല്ലേ, ഒരു സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു. ആർക്ക്, മഗധയ്ക്ക് ഒരു സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു. ദെൻ അടുത്തത് എന്താണ്, സ്ട്രോങ് ആർമി ശേഷം പിന്നെന്താണ്, ഒരു എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ, ഒരു പക്ക വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എവിടെ, മഗധയിൽ. ഓക്കെ, പക്ക എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ദെൻ എന്തുണ്ടായിരുന്നു, റിച്ച് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് റിച്ച് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ എന്തുണ്ടായിരുന്നു, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ വിച്ച് ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീര ആരാണ്, ആരാണ് നമ്മുടെ ഒരു മതം ഉണ്ടാക്കിയാണ് അല്ലേ. ഏത് വർത്തമാന മഹാവീര എന്ന് പറയുന്നത് ജൈനിസ് അല്ലേ, ജൈന മതം ഉണ്ടാക്കിയ ഏതാണ് യൂസ് ചെയ്ത ലാംഗ്വേജ്, ഓഫ് കോഴ്സ് പ്രാകൃത് അല്ലേ, പ്രാകൃതാണ് യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ആക്ടിവിറ്റി 8 ആണ്. ദ പീരീഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 600 BC ഈസ് നോൺ ആസ് ദ വേദിക് പീരീഡ് അല്ലേ. 1500 BC ടു 600 BC വരെയുള്ള കാലത്തെ നമ്മൾ എന്ത് പറയുന്നു, വേദിക് പീരീഡ് എന്ന് പറയുന്നു. സോ ദ വേദിക് പീരീഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. 2 രീതിയിൽ നമ്മൾ വിളിച്ചാൽ ഋഗ്വേദിക് ഉണ്ട് അല്ലേ, ദെൻ അതിനുശേഷം ലേറ്റർ വേദിക് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഇതിനൊരു കംപ്ലീറ്റ് കൺസെപ്റ്റ് മാപ്പാണ് ചോദിക്കുന്നത്. 2 കാര്യങ്ങളാണ്, മെയിൻ ഒക്യുപ്പേഷൻ എന്താണ്, മെറ്റൽ വെപ്പൺ എന്താണെന്നുള്ള 2 കാര്യങ്ങൾ പറയണം. ഋഗ്വേദിക്കിൽ ഏതാണ് ഓർത്ത് പറയാം, എന്താണ് മെയിൻ ഒക്യുപ്പേഷൻ ഋഗ്വേദിക് പീരീഡിൽ. ഋഗ്വേദിക് പീരീഡിൽ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ റിയറിങ്. ഓക്കെ അല്ലേ, ഇവിടെ എന്താണ്, ഫാമിംഗ് ആണ്. ദെൻ ഋഗ്വേദിക്കിലെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് എന്താണ്, കോപ്പർ, ബ്രോൺസ്. ഓക്കെ, ഇവിടെയോ അയൺ അല്ലേ. ഓക്കെ, ഋഗ്വേദിക്കിൽ എന്താണ്, കോപ്പർ, ബ്രോൺസ് ആണ്.
ദെൻ ലേറ്റർ വേദിക്കിൽ എന്താണ്? അയൺ വെപ്പണാണ്. ഓക്കെ, ഋഗ്വേദിക്കിൽ എന്താണ് മെയിൻ ഒക്യുപ്പേഷൻ? കാറ്റിൽ റിയറിങ് അല്ലെ, കന്നുകാലി വളർത്തലാണ്. ലേറ്റർ വേദിക്കിൽ ആകുമ്പോൾ അതെന്താണ്? ഫാമിംഗ് ആയിട്ട് മാറുന്നു അല്ലേ, ഫാമിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 9. കോണ്ടിനെന്റ് ആർ ദ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻ. Given below are the features of some continent. Identify and write their names. ഓക്കെ, എന്തൊക്കെയാണ് കോണ്ടിനെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്? ഇതിൽ ഇപ്പം കുറേ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോ കോണ്ടിനെൻറ്റ് ഏതാണെന്ന് നോക്കണം. ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ് അവർ കൺട്രി, നമ്മുടെ കൺട്രി ഇൻക്ലൂഡ് ചെയ്യുന്ന കോണ്ടിനെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ കോണ്ടിനെൻറ്റ് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കൺട്രി ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ഏത് കോണ്ടിനെൻറ്റിലാണ്? യൂറോപ്പിലാണോ? അല്ല. ആഫ്രിക്കയിലാണോ? അല്ല. ഓസ്ട്രേലിയയിലാണോ? അല്ല. അമേരിക്കയിലാണോ? നമ്മൾ അല്ല. നമ്മൾ എവിടെയാണ്? ഏഷ്യ അല്ലേ, ഏഷ്യയിലാണ് അല്ലേ, ഏഷ്യയിലാണ് നമ്മൾ ഉള്ളത്. ദെൻ ദ റിസർച്ച് സെൻറ്റർ മൈത്രി ഭാരത് ആർ സിറ്റുവേറ്റഡ്. മൈത്രി ഭാരത് സിറ്റുവേറ്റ് ചെയ്യുന്ന റിസർച്ച് സെൻറ്റർ എവിടെയാണ്? മൈത്രി ഭാരത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റിസർച്ച് സെൻറ്ററാണ്. ഇന്ത്യയുടെ റിസർച്ച് സെൻറ്റർ ആകുമ്പം ഓഫ് കോഴ്സ് എവിടെയായിരിക്കും? ഏഷ്യയിലായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ ഏഷ്യയിലല്ല. അതെവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് മൈത്രി റിസർച്ച് സെൻറ്റർ. ദെൻ കങ്കാരൂസ് ഫൗണ്ട് ചെയ്യുന്നത്, കങ്കാരൂസ് എന്താണ്? കാങ്കരൂസ് അല്ലേ, കാങ്കരൂസ് ഫൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? സഞ്ചി മൃഗം ഫൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? അത് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, ഓസ്ട്രേലിയയിലാണ് മെയിനായിട്ട് കാങ്കരൂസ് കാണുന്നത്. ദെൻ ദ ലാർജസ്റ്റ് റിസോർട്ട് സഹാറ സിറ്റുവേറ്റഡ്. സഹാറ സിറ്റുവേറ്റ് ചെയ്യുന്ന റിസോർട്ട് എവിടെയാണ് അല്ലേ? സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണ്. ഓക്കെ, ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. ഓക്കെ, ദെൻ 6th സൈസ് അല്ലേ, 6ാമത്തെ രാജ്യം അല്ലേ, വലിപ്പത്തിൽ 6ാമത്തെ സ്ഥാനമുള്ളത് ഏതിനാണ്? കോഴ്സ് യൂറോപ്പ്. ഓക്കെ, യൂറോപ്പിനാണ് ഏത് 6ാമത്തെ സ്ഥാനമുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കൺട്രി ഇൻക്ലൂഡ് ചെയ്യുന്ന കോണ്ടിനെൻ്റ് ഏതാണ്? ഏഷ്യ ആണ്. നമ്മുടെ മൈത്രി എന്ന് പറയുന്നത് മൈത്രി ഭാരത് ഇന്ത്യയുടേതാണ്. നിങ്ങൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. കാങ്കരൂസ് ഫൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ലാർജസ്റ്റ് ഡിസേർട്ട് സഹാറ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. 6th സൈസ് അല്ലേ, വലിപ്പത്തിൽ 6ാം സ്ഥാനം ആർക്കാണ്? യൂറോപ്പിനാണ്. ഓക്കെ, clear? All these are clear? Find out the statement related to Rigvedic period from those given below. അപ്പം Rigvedic പീരീഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പീപ്പിൾ വെർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദർ ഒക്യുപ്പേഷൻ ആണോ? വേർഷിപ്ഡ് ലോർഡ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി ആണോ? പീപ്പിൾ ആർ പെർമനൻറ്റ് ഡ്വെല്ലിംഗ് ആണോ? ലൈൻഡ് ഗ്രേ വെയർ ആണ്? അപ്പോൾ ഏതാണ് റിഗ്വേദിക് പീരീഡിൻ്റെ പ്രത്യേകത അല്ലേ? അവർ ഒരു ഒക്യുപ്പേഷൻ വലിയ ക്ലാസ് ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നില്ല. പിന്നീടാണ് എന്തൊരു വർണ്ണ സിസ്റ്റമായിട്ട് മാറുന്നല്ല. അപ്പോൾ നമുക്കത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? വേർഷിപ്ഡ് ലോർഡ് ഇന്ദ്ര ആൻഡ് വരുണ എന്ന് പറയുന്നത് അല്ലേ, ഇന്ദ്ര വരുണ അഗ്നിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? വേർഷിപ്പ് ചെയ്തു അല്ലേ? പീപ്പിൾ ആർ പെർമനൻറ്റ് ഡ്വെല്ലിംഗ് അല്ല. ദെൻ ലൈൻഡ് ഗ്രേ വെയർ അല്ല. ഓക്കെ, സോ ദ ആൻസർ മസ്റ്റ് ബി സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. നമ്മുടെ വില്ലേജ് പെക്യുലാരിറ്റീസ്, പിന്നെ മഗധയുടെ പ്രത്യേകതകൾ, പിന്നെ എന്താണ് നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെ, എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എന്തുണ്ട് റിഗ്വേദിക് ലേറ്റർ പീരീഡ്, ദെൻ നമ്മുടെ എന്തുണ്ട് സൗരയൂഥം അല്ലേ, സണ്ണ്, അതേപോലെ പ്ലാന്റ്. ഇപ്പോൾ ഇത്ര വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക അല്ലേ, വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കോണ്ടിനെൻ്റ് ഓഷ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം വേറൊരു ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.